സർ നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഓരോ ചോദ്യത്തിനും എത്ര പേജ് എഴുതണം? കാരണം 4 മാർക്കിന് ചോദ്യമുണ്ട്, 6 മാർക്കിൻ്റെ 8 മാർക്കിനുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ എത്ര പേജാണ് അല്ലെങ്കിൽ എത്ര ലൈനാണ് എഴുതേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം മക്കളെ. പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. നിങ്ങൾ 4 മാർക്കിൻ്റെ ചോദ്യം മിക്കവാറും ചാപ്റ്ററിലെ ഒരു ചോദ്യമൊക്കെ ആയിരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ പോലത്തെ ചോദ്യമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങളൊരു 80 to 120 വേർഡ്സിൽ നിങ്ങൾ നിർത്തുക. ഓക്കെ, 80 വേർഡ്സ് ആക്ച്വലി മതി. ഇനി കുറച്ചും കൂടി എലാബറേഷൻ വേണ്ട ഒരു ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ 120 വേർഡ്സ് വരെ പോവാം. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി 120 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്ര ലൈൻ ആണെന്നുള്ള കാര്യത്തിനെ പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം. നെക്സ്റ്റ് 6 മാർക്കിന് ചോദ്യം വരുമ്പോൾ 6 മാർക്ക് കുറച്ചുകൂടി ഡിസ്കോസ് തന്നെ ആയിരിക്കും വരാം. 4 മാർക്കിനെ കുറച്ച് ചാപ്റ്റർ ബേസ് ചോദ്യങ്ങളായിരിക്കും. ഈ ചാപ്റ്ററിൽ ഇയാൾ എന്താ ചെയ്തത്, മറ്റാളെന്താ ചെയ്ത്, എന്താ സംഭവിച്ചെന്നൊക്കെ ആയിരിക്കും. 6 മാർക്കിന് വരുമ്പോൾ വീണ്ടും ഡിസ്കോസ് ടൈപ്പ് ചോദ്യങ്ങളായി. ഡിസ്കോസ് ആകുമ്പോൾ വീണ്ടും വേർഡ്സിന്റെ കൗണ്ട് നിങ്ങൾ കൂട്ടണം. അപ്പോൾ 150 വേർഡ്സ് ഇങ്ങനെ നിങ്ങൾ 6 മാർക്കിന് മിനിമം എഴുതണം. 200 വേർഡ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് പോയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എഴുതിയതിൽ കണ്ടന്റ് ഉണ്ട്, കോൺഫിഡൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ 200 വേർഡ്സിലാണ് നിങ്ങൾക്ക് നിർത്താം. ഓക്കെ, മിനിമം ഒരു 150 വേർഡ്സ് എങ്കിലും വേണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് 8 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അവിടെ നിങ്ങൾ മിനിമം 200 വേർഡ്സ് എഴുതണം. മാക്സിമം നിങ്ങൾക്ക് 250 to 260 270 ആ ലെവലിലൊക്കെ നിങ്ങൾക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലാണ് നിങ്ങൾ ഓരോ മാർക്കിൻ്റെയും ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിൽ നിങ്ങൾ ആലോചിക്കുന്ന സാർ ഇത്രയും വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ലൈനാണ് അല്ലെങ്കിൽ എത്ര പേജാണ്? അപ്പോൾ അത് ഓരോ ആൾക്കും വ്യത്യാസമുണ്ട്. ഓരോ ആൾക്കാരുടെ എഴുതുന്നതിൻ്റെ വലിപ്പവും ഇടയ്ക്ക് വിടുന്ന സ്പേസിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് ആൻസർ നിങ്ങൾ 4 മാർക്കിന് എഴുതുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈൻ എഴുതുമല്ലോ പേപ്പറിൽ. ആ ലൈൻ എഴുതുമ്പോൾ ജസ്റ്റ് ആ ഒരു ലൈനിൻ്റെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വേർഡ്സ് ഒന്ന് എണ്ണി നോക്കുക. ആ ഒറ്റ ലൈൻ എണ്ണിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഒരു ലൈനിൽ ആവറേജ് എത്ര വേർഡ്സ് വരുന്നത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈനിൽ ഒരു 10 വേർഡ്സ് ആണ് ഒരു ലൈനിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10 ലൈൻ എഴുതുമ്പോൾ 100 വേർഡ്സ് ആവും. നിങ്ങൾ 20 ലൈൻ എഴുതുമ്പോൾ 200 വേർഡ്സ് ആവുള്ളൂ. ഓക്കെ, ആ ഒരു കണക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അതൊരു ആവറേജ് കണക്ക് മതി. എക്സാക്ട്ലി എത്ര വേർഡ്സ് ഉണ്ടെന്ന് ആരും എണ്ണി നോക്കാൻ പോകുന്നില്ല. ഒരു ആവറേജ് കണക്ക് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ കൊണ്ട് എഴുതി തുടങ്ങുക. നാളത്തെ പരീക്ഷയിൽ തന്നെ ചെയ്താൽ മതി. ആദ്യത്തെ 4 മാർക്ക് ചോദ്യത്തിൽ തന്നെ നിങ്ങളത് കണ്ടുപിടിക്കുക. പിന്നെ ബാക്കിയുള്ളത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മക്കളെ ഓർക്കണം, ഇതൊക്കെ ഈ ഡിസ്കോസ് ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉത്തരം കൊടുക്കും ഇതൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും വരുന്നുണ്ട് മക്കളെ. ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നിങ്ങളെല്ലാവരും നമ്മുടെ ലൈവിൽ കൃത്യമായിട്ട് വന്ന് പങ്കെടുക്കണം. കംപ്ലീറ്റ് ഗ്രാമറും കംപ്ലീറ്റ് ഡിസ്കോസും ഇന്ന് രാത്രിത്തെ ലൈവിൽ നമ്മൾ തീർക്കുന്നതായിരിക്കും. അതുകൂടാതെ നാളെ രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററിൽ എക്സ്ട്രാ ചോദ്യങ്ങളും ഒരു എക്സ്ട്രാ റിവിഷനും കൂടെ കിട്ടുന്നതോടെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഈ 6 മാർക്കിൻ്റെ ആയിക്കോട്ടെ, 8 മാർക്കിൻ്റെ ആയിക്കോട്ടെ, 4 മാർക്കിൻ്റെ ആയിക്കോട്ടെ, എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ലൈവിൽ വരണം. ഈ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും, 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. നെയിം ദ പോയറ്റ്, ഇപ്പോൾ പോയൊക്കെ തരും. നെയിം ദ പോയറ്റ് ആൻഡ് ദ പോയം ആൻഡ് ദ പോയറ്റ് എന്ന് പറയും. അപ്പോൾ പലരും ഇങ്ങനെ ചെയ്യുക, ആ പോയത്തിൻ്റെ പേരും കൂടെ എഴുതി വെക്കും, എന്നിട്ട് പോയറ്റിൻ്റെ പേര് എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് മാർക്ക് പോകില്ലെന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. വളരെ സിമ്പിളാണ് ഫോർമാറ്റ്. നെയിം ദ പോയം ആൻഡ് ദ പോയറ്റ്. ദ നെയിം ഓഫ് ദി പോയം ഇസ് എന്ന് പറഞ്ഞ് പോയത്തിൻ്റെ പേരാണ്. ദി നെയിം ഓഫ് ദി പോയറ്റ് അല്ലെ ദ പോയറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് ആ പോയറ്റിൻ്റെ പേര് എഴുതുക. ഇതാണ് അതിൻ്റെ ഒരു രീതി. എന്തിനാ സാർ ഇങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ എഴുതി എക്സ്ട്രാ മാർക്ക് കിട്ടും? എക്സ്ട്രാ മാർക്ക് ഒന്നും കിട്ടില്ല. 1 മാർക്കിന് ചോദ്യം 1 മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ടീച്ചർ നിങ്ങളെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാവും. നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ഒക്കെ ചെയ്ത് നിങ്ങൾ ഈ പരീക്ഷനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാവും. ആ ഇംപ്രഷൻ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കിയാൽ, ഈ ഫസ്റ്റത്തെ സെറ്റ് ഓഫ് ചോദ്യങ്ങൾക്ക് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ, പിന്നീട് നിങ്ങൾ റൈറ്റിംഗ് സെക്ഷനിൽ നിങ്ങൾ അത്ര അടിപൊളിയായിട്ട് ചെയ്തില്ലെങ്കിലും ടീച്ചറിന് ഒരു ഇംപ്രഷൻ ഉണ്ട്, നിങ്ങൾ അത്യാവശ്യം പഠിച്ചു വന്നതാണ്, നിങ്ങൾ പരീക്ഷനെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ കുറച്ച് ബയസ്ഡ് ആയിരിക്കും, കുറച്ച് മാർക്ക് കൂടുതൽ തരാൻ വേണ്ടി. നേരെ മറിച്ച് നിങ്ങൾ വെറുതെ വാട്ട് ഇസ് ദ നെയിം ഓഫ് പോയത്തിന്റെ പേര് എഴുതി, വാട്ട് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഔട്ട്ഡോർ ഗെയിം, ഔട്ട്ഡോർ ഗെയിമിന്റെ പേര് അങ്ങോട്ട് വെറുതെ എഴുതി, പേര് മാത്രം എഴുതി വെച്ചു. അപ്പോൾ ടീച്ചർ അത്ര ഇംപ്രഷൻ ഉണ്ടാവില്ല. നിങ്ങൾ പിന്നീട് നിങ്ങൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ല റൈറ്റിംഗ് അത്രത്തോളം സ്ട്രോങ് റൈറ്റിംഗ് അത്ര പോരാന്ന് തോന്നുകയാണെങ്കിൽ ടീച്ചർ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ടീച്ചർ മടി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഔട്ട്ഡോർ ഗെയിം എന്ന് പറയുമ്പോൾ എഴുതി വെക്കുക, ദി ഔട്ട്ഡോർ ഗെയിം ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് പോയം ഇസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. വൈ ഡസ് ദി പോയറ്റ് സേ ദാറ്റ് there is no need for, the poet says that there is no need for a wall because എന്ന് പറഞ്ഞ റീസൺ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. ഒന്നുമില്ല, ഒരു ഫുൾ സെന്റൻസ് ആക്കിയാൽ മതി. പിക്ക് ഔട്ട് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ ലാസ്റ്റ് 2 ലൈൻസ്. അപ്പോൾ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലാസ്റ്റ് 2 ലൈൻസ് ആർ എന്നിട്ട് പറഞ്ഞ് എഴുതി വെക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റും കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും കയറി വരണം. കൃത്യം 7:30 ആയിരിക്കും ഫുൾ ഗ്രാമർ ആൻഡ് ഫുൾ ഡിസ്കോസ് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ. വൈകുന്നേരം ലൈവിൽ കാണാം.